നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യ പോസ്റ്റ് GDSൻ്റെ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ്. യാതൊരു എക്സാമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ജോലിയുടെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്, അതോടൊപ്പം എന്താണ് ഈ പോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. GDS എന്നാണ് ഇതിനെ പറയുക. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. 2025 പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. 21,413 വേക്കൻസിയാണ് നിലവിലിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 10/2/2025 മുതൽ 3/3/2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇത് പോസ്റ്റ്മാൻ ഡ്യൂട്ടിയുമായിട്ടാണ് ഇതിലേക്ക് മെയിനായിട്ട് വരിക. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ചെയ്തിരുന്നു. 2023-24 വിളിച്ചിട്ടുള്ള GDSൻ്റെ. അതോടൊപ്പം അതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉൾപ്പെടെ ഏതാണ്ട് 5ഓളം ലിസ്റ്റുകൾ വിവിധ സംസ്ഥാനങ്ങളായിട്ട് പുറത്തു വന്നിരുന്നു. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തതായിരുന്നു. ഏതാണ്ട് 6ഓളം സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉൾപ്പെടെ ഏതാണ്ട് 6ഓളം ലിസ്റ്റുകൾ കഴിഞ്ഞ 2024 പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2025 GDSൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇതാണ്. 7/2/2025 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. ഗ്രാമീൺ ഡക് സേവക് GDS ആണ് ഇതിൻ്റെ പോസ്റ്റിൻ്റെ പേര്. ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത്. അപേക്ഷ ഫീസ് വരുന്നുണ്ട്. പിന്നെ എക്സാമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. രജിസ്ട്രേഷൻ നിങ്ങൾ ആദ്യം ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. കൂടാതെ നിങ്ങൾക്ക് വല്ല എഡിറ്റിംഗ് ഒക്കെ, അതായത് നിങ്ങൾ വല്ല മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ടൈമിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കൂടി ഈ ഒരു 3/3/2025 ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 10/2/2025 3/3/2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. എഡിറ്റ് കാര്യങ്ങൾ വല്ല മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ 6/3/2025 മുതൽ 8/3/2025 വരെ ഈ ഡേറ്റ് നിങ്ങൾ നോക്കി വെക്കുക. ഈ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് മിസ്റ്റേക്കൊക്കെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരമുള്ള വയസ്സളവൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് കൂടാതെ OBC, EWS, SC/ST സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ ഹാജരാക്കുന്നുണ്ട് എങ്കിൽ തഹസിൽദാറിൽ നിന്നും, അതായത് താലൂക്ക് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വില്ലേജിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു റിലാക്സേഷനോ കാര്യങ്ങളോ ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള താലൂക്ക് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. ആ ഒരു കാര്യം കൂടി നോക്കുക. സാലറി വന്നിരിക്കുന്നത് BPM ആണ് എങ്കിൽ 12,000 to 29,380 രൂപയായിരിക്കും ബേസിക് പേ ആയിട്ട് ലഭിക്കുക. ABPM അല്ലെങ്കിൽ ഡക് സേവക് ആണ് എങ്കിൽ 10,000 മുതൽ 24,470 രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക. ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45 വയസ്സ് വരെയും, OBC ആണെങ്കിൽ 43 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ, അതായത് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക. ഇതിലേക്ക് മറ്റ് എക്സാമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. അത് പ്രത്യേകം നിങ്ങൾ നോക്കി വെക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാനുള്ള കഴിവ്, അതോടൊപ്പം സൈക്ലിംഗ് ഒക്കെ അറിയണമെന്നും കൂടി പറയുന്നുണ്ട്. കൂടുതലായിട്ട് മറ്റ് കാര്യങ്ങളൊന്നും ഇവർ ചോദിക്കുന്നില്ല. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതാണ് മെയിനായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിലേക്ക് ചെറിയൊരു അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. 100 രൂപയാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. 100 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക. SC/ST PWD കാൻഡിഡേറ്റ്സ്, അതോടൊപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അപേക്ഷാ ഫീസൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല. അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ക്വാളിഫൈ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്.
അപ്പോൾ മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്തു തരുന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് അറിയണം. നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനത്തേക്ക് അപ്ലൈ ചെയ്യാം. കേരളത്തിലേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കർണാടകയിലേക്കോ തമിഴ്നാട്ടിലേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അത്രയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പൂർണ്ണമായിട്ട് പറയുന്നത്. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം. അതുവരെ ബൈ.